ഹൃദയത്തിൽ കുഴിച്ചു മൂടിയ പ്രണയം ഇടയ്ക്ക് ഉയർത്തെഴുന്നേറ്റ് വീഴുന്നത് അവൾ അറിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു സന്ധ്യാനേരത്ത് അത്താഴത്തിനുള്ള ഒരുക്കങ്ങളിലായിരുന്ന കൃഷ്ണ സഹായത്തിനായി മീനാക്ഷിയും ധന്യയും അവളോടൊപ്പം കൂടി. കൃഷ്ണ വീണ്ടും തുടർന്ന് പഠിക്കുന്നതിൽ പിന്നെ അവരും അവളോടൊപ്പം അടുക്കള ജോലികളിൽ സഹായിക്കാറുണ്ട്. ആരും ആവശ്യപ്പെടാതെ സ്വമനസ്സാലെ അവളോടൊപ്പം ജോലികൾ ചെയ്യുന്നതിൽ കൃഷ്ണയുടെ മനസ്സിലും സന്തോഷം തോന്നി. അല്പനേരത്തിനു ശേഷം അവർക്കിടയിലേക്ക് ദേവികയും കടന്നു വന്നു. എന്താ ദേവികെ, നീ ഇങ്ങോട്ട് വന്നത്? സ്ഥലം മാറിപ്പോയോ? ഇത് അടുക്കളയാ? മീനാക്ഷി അവളോട് ചോദിച്ചു. കളിയാക്കുവൊന്നും വേണ്ട, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാ, ദേവിക ശുണ്ഠിയോടെ പറഞ്ഞു. അല്ല ദേവി ചേച്ചി, അങ്ങനെ അടുക്കളയിൽ കയറാനില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ, ധന്യ പറഞ്ഞു. കഴിക്കാനല്ലാതെ ചേച്ചി ഇങ്ങോട്ട് വരുന്നത് നീ കണ്ടിട്ടുണ്ടോ? ധനിയോടൊപ്പം ചേർന്നു. മതിയടി, നിർത്ത്. കഴിഞ്ഞ ആഴ്ചയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഞാനാ, അത് മറന്നോ നിങ്ങളൊക്കെ? ദേവിക ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ നമുക്ക് ഓരോരുത്തർ വീതം കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കാം. എന്തേ? ധന്യ അഭിപ്രായം ആരാഞ്ഞു. എനിക്ക് വയ്യ, പഠിക്കാനൊക്കെ ഒരുപാട് കിടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി പറ്റില്ല എനിക്ക്, അവൾ എടുത്തടിച്ച പോലെ പറഞ്ഞു. എൻ്റെ ദേവികയെ, അല്പനേരം പാചകം ചെയ്തതുകൊണ്ട് നീ വക്കീൽ പരീക്ഷ തോറ്റൊന്നും പോവില്ല. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ എന്നേ പഠിപ്പ് നിർത്തിയെന്നല്ലോ, മീനാക്ഷി അല്പം കൊള്ളിച്ചു പറഞ്ഞു. പിന്നെ മുഖമൊന്നും പറയാൻ നിൽക്കാതെ ദേവികയും അവരോടൊപ്പം കൂടി. കുറച്ചു സമയത്തിന് ശേഷം ശോഭ അടുക്കളയിലേക്ക് എത്തി. കൃഷ്ണെ, നിന്നെ കാണാൻ ഒരാൾ എത്തിയിട്ടുണ്ട്, വേഗം അങ്ങോട്ടേക്ക് വാ, അവളെ അറിയിച്ചിട്ട് ശോഭ തിരികെ പോയി. ഈ നേരത്ത് ആരാ തന്നെ കാണാൻ വരിക എന്നവൾ ചിന്തിച്ചു. മനസ്സിലൂടെ പരമ കടന്നുപോയി. അവൾ ഉടനടി അപ്പുറത്തേക്ക് ചെന്നതും വന്നിരിക്കുന്ന ആളെ കണ്ട ഒരു നിമിഷം നിശബ്ദയായി നിന്നു. ശ്രീജിത്ത്. അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് ശ്രീജിത്ത്. തനി വഷളൻ, കയ്യിൽ ഇല്ലാത്ത മോശം സ്വഭാവങ്ങളില്ല, അടിപിടി കേസുകളിലും മറ്റും സ്ഥിരം ഉൾപ്പെടും. അവനെ കാണുന്നത് തന്നെ കൃഷ്ണയ്ക്ക് ഇഷ്ടമല്ല. നേരിട്ട് കാണേണ്ടി വരുന്ന അവസരങ്ങളിൽ കഴിവതും ഒഴിഞ്ഞു മാറാനുള്ള പതിവ്. കുറച്ചു നാളായി ജയിലിലായിരുന്നു. ഏതോ പെണ്ണ് കേസിൽ എത്തായതാണെന്ന് പലരും പറഞ്ഞു. അവളും അറിഞ്ഞിരുന്നു. കൃഷ്ണയെ കണ്ടതും ശ്രീജിത്ത് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു. വേണി, ഞാൻ കുറേ നേരമായി വന്നിട്ട്, നീ അകത്തെന്തെടുക്കുകയായിരുന്നു? മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. പെട്ടെന്ന് തന്നെ അവൾ മുഖം തിരിച്ചു. ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? താല്പര്യം ഇല്ലാതെ അവൾ ചോദിച്ചു. നിന്നെ കാണാനാ വന്നത്. ഒരുപാടായില്ലേ കണ്ടിട്ട്? അമ്മ പറഞ്ഞു. നീ വീട്ടിലേക്ക് വന്നിട്ടും കുറച്ച് നാളായെന്ന്. ഇങ്ങോട്ട് വരേണ്ട, അതെനിക്കിഷ്ടമല്ല, അവൾ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അതെന്താ വന്നാൽ? എനിക്കെൻ്റെ വീണയെ കാണുന്നത് തോന്നിയാൽ. ചുമന്ന കലങ്ങിയ കണ്ണുകളോടെ അവളെ തുടിച്ചുകൊണ്ട് അവൻ 2 ചുവട് മുന്നിലേക്ക് നടന്നു. ഉടനടി അവൾ പിന്നിലേക്ക് മാറി. എന്തിനാ അവളെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്? പോകുന്നതിനൊരു ശബ്ദം മുഴങ്ങിയത് കേട്ടു. 2 പേരും തിരിഞ്ഞു നോക്കി. നാരായണിയമ്മ ഇരുവരെയും നോക്കിക്കൊണ്ട് പിന്നിലായി നിൽക്കുന്നു. ശ്രീജിത്ത് വന്നത് തീരെ ഇഷ്ടമായില്ല എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും കൃഷ്ണക്ക് വ്യക്തമായി. ഞാൻ കാണുമ്പോൾ ഇവൾക്ക് സ്വന്തവും ബന്ധവും ഒന്നുമില്ലായിരുന്നു. സഹായിക്കാനും കൂടെ നിർത്താനും ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഇവൾ ഇവിടെ വന്നത്. അന്ന് ഇവിടെ ഏറ്റെടുക്കാൻ കഴിയാത്ത ആരും ഇങ്ങോട്ടേക്ക് അവകാശം പറഞ്ഞു വരേണ്ട, മനസ്സിലായോ? നാരായണിയമ്മ കടുപ്പിച്ചു പറഞ്ഞു. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മാവൻ്റെ മോൾ തന്നെയാണ് ഇവൾ. കാണാൻ പറ്റില്ലെന്ന് പറയാൻ ആർക്കും പറ്റില്ല. ശ്രീജിത്ത് അവരോട് തട്ടിക്കയറി. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ മറ്റിടത്ത് വെച്ച് ഞാൻ കണ്ടോളാം, അവൻ കൂട്ടിച്ചേർത്തു. നിനക്ക് ഇവനെ കാണാനും സംസാരിക്കാനും ഇഷ്ടമുണ്ടോ? നാരായണിയമ്മ കൃഷ്ണയെ ചോദ്യഭാഗത്ത് നോക്കി. ഇല്ല, അവർ മറുപടി നൽകി. കേട്ടല്ലോ, അവൾക്ക് താല്പര്യമില്ല. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ദേഷ്യത്തിൽ അവർ ആജ്ഞാപിച്ചു. കൃഷ്ണയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഒന്നും മിണ്ടാതെ ശ്രീ സ്ഥലം കാലിയാക്കി. സന്ധ്യാനേരത്ത് മൂക്കറ്റം കള്ളു കുടിച്ച് വന്നോടും ഓരോന്ന്. നാരായണിയമ്മ പിറുപിറുത്തു. കൃഷ്ണയെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവർ അകത്തേക്ക് പോയി. കുറച്ചു നേരം കൂടി ആ നിൽപ്പ് തുടർന്നു. ശ്രീജിത്ത് ജയിലിൽ നിന്നും ഇറങ്ങിയ സ്ഥിതിക്ക് വീണ്ടും തന്നെ കാണാനും ശല്യം ചെയ്യാനും വരുമോ എന്ന ഭയം അവർക്കുണ്ടായി. മോശമായ രീതിയിൽ തന്നോടൊരിക്കൽ പെരുമാറാൻ ശ്രമിച്ചതും അയാളുടെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതും അവൾ ഓർത്തു. ശ്രീജിത്തിന് തന്നെ വിവാഹം ആലോചിച്ചു വന്ന അമ്മായിയെ ചുട്ട മറുപടി നൽകി സതീശൻ അയച്ചതും അവളുടെ മനസ്സിലേക്ക് ഓർമ്മകളായി ചെയ്തിറങ്ങി. ഹലോ, ഏത് ലോകത്തന്നെ? ഹരിയുടെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത്. തൻ്റെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഹരിയെ അവൾ നോക്കി. ഹരിയേട്ടൻ എപ്പോഴാണ് വന്നത്? ഞാൻ വന്നത് നീ കണ്ടില്ലേ? എന്താലോചിച്ച് നിന്നതാ ഇവിടെ? ഞാൻ വെറുതെ ഓരോന്ന്. ഹരിയേട്ടന് ചായ എടുത്തിട്ട് വരാം. കൃഷ്ണ തിരിഞ്ഞു നടന്നതും ഹരി അവളുടെ കൈകളിൽ പിടുത്തം മുറുക്കി അവളെ തിരിച്ചു നിർത്തി. കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്താ നിനക്കൊരു സങ്കടം പോലെ?
എന്ത് സങ്കടം? വെറുതെ തോന്നുന്നതാ. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഉറപ്പാണോ? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. അതെന്നെ, വീണ്ടും ചോദിച്ചു. പഠിത്തം. പിന്നെ ഉടനടി പീസ് എക്സാം ഉണ്ട്. അതിൻ്റെ സെൻറ്റർ ദൂരെയാ. അതോർത്തു നിന്നതാ. ഒരു കള്ളം പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കി. ഏതെക്സാം? ഹരിവിടാൻ ഉദ്ദേശമില്ലായിരുന്നു. അത് LDC എക്സാം. അവൾ പെട്ടെന്ന് വന്ന് ഓർമ്മയിൽ പറഞ്ഞു. എവിടെയാ സെൻറ്റർ? എറണാകുളം. അവനൊന്ന് അമർത്തി മൂടി. ഞാൻ ചായ കൊണ്ടുവരാം. അവൾ അകത്തേക്ക് പോകുന്നത് നോക്കി ഹരി നിന്നു. ദിവസങ്ങൾ വീണ്ടും പോയി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഒരു ശനിയാഴ്ച വൈകുന്നേരം യൂണിവേഴ്സിറ്റി ക്ലാസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു കൃഷ്ണ. വൈകിട്ട് നല്ല പെയ്തു തോർന്നത് കൊണ്ട് അന്തരീക്ഷം ഇരുണ്ടുകൂടി നിന്നു. വീണ്ടും മഴ പെയ്യുന്നുവെന്ന് തോന്നി ആകാശം ഇരുണ്ടുകൂടി. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കടയിൽ കയറിയത് കാരണം ബസ്സും പോയി. ഇനി നടപ്പ് തന്നെ ശരണം, അവൾ മനസ്സിൽ ചിന്തിച്ചു. നടത്തം ആരംഭിച്ചതും മഴ ചാറാൻ തുടങ്ങി. കുടയെടുക്കാൻ മറന്ന നിമിഷത്തെ അവൾ ക്ഷപിച്ചു. വഴിവെക്കിൽ കണ്ട കടയുടെ വശത്തായി അവൾ നിൽപ്പുറപ്പിച്ചു. വേണി. പരിചിതമായ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയവൾ നടുങ്ങിപ്പോയി. ശ്രീജിത്ത് തനിക്കരികിലായി നിൽക്കുന്നു. ആ ഒരു വശലം ചിരി മുഖത്തുണ്ട്. നീ അങ്ങ് ഒരുപാട് വളർന്നല്ലോ. എന്നെ തന്നെ നോക്കുന്ന അവളുടെ കഴുകൻ കണ്ണുകളെ നോക്കിയതും അവൾക്ക് ഭയം വർദ്ധിച്ചു. ഉടനെ തന്നെ അവൾ മഴയെ വകവെക്കാതെ റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ശ്രീജിത്ത് അവളുടെ പിറകെ ചെന്നു. നിനക്ക് വേണി, എനിക്ക് നിന്നോട് സംസാരിക്കണം, അവൾക്ക് തടസ്സമായി മുന്നിൽ നിന്നുകൊണ്ട് ശ്രീജിത്ത് പറഞ്ഞു. കൃഷ്ണ ചുറ്റിനും നോക്കി. അടുത്ത ആരെയും കാണാത്തതിനാൽ അവളുടെ ഭയം വർദ്ധിച്ചു. പെട്ടെന്നാണ് ഇരുമ്പലോടൊരു ബുള്ളറ്റ് അവർക്ക് അരികിലായി വന്നു നിർത്തിയത്. അതിലിരിക്കുന്ന ആളെ ഒന്ന് ശ്രീജിത്ത് നോക്കിയുള്ളൂ. ഉടനടി തന്നെ അവൻ പിൻവാങ്ങി ദൂരേക്ക് ബോറിപ്പോയി. മുഖത്ത് പറ്റി പിടിച്ച് മഴത്തുള്ളികളെ തുടച്ചുകൊണ്ട് കൃഷ്ണ ബൈക്കിൽ വന്ന ആളെ നോക്കി. അഭിമന്യു. അവളുടെ ഹൃദയതാളം മുഴങ്ങാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളിലെ നോട്ടം നേരിടാനാകാതെ കൃഷ്ണ തല കുമ്പിട്ടു. വന്ന് വണ്ടിയിൽ കയറി, അവൻ പറഞ്ഞു. അനുസരണയുള്ള കുട്ടിയെപ്പോലെ കൃഷ്ണ ബൈക്കിന് പിന്നിൽ സീറ്റിലിരുന്നു. അഭിമന്യുവിൻ്റെ ബൈക്ക് കൃഷ്ണയുമായി ചെമ്പകശ്ശേരിയിലേക്ക് പാഞ്ഞു. കൃഷ്ണയുടെ സ്കൂൾ കാലം അവളുടെ മനസ്സിലേക്ക് പാഞ്ഞെത്തി. അഭിമന്യുവിലേക്ക്, അവൻ്റെ ഓർമ്മകളിലേക്ക്, തന്നെ അത്രമേൽ പ്രണയിക്കുന്ന അഭിമന്യുവിലേക്ക്. കൃഷ്ണയുടെ ഓർമ്മകൾ ചെന്നെത്തി നിന്നത് അവളുടെ 8ാം ക്ലാസ്സിലേക്കായിരുന്നു. ജൂൺ മാസത്തിലൊരു പ്രവൃത്തി ദിവസം. കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറി. ടീച്ചർ പഠിപ്പിച്ചു തുടങ്ങുന്നതേയുള്ളൂ. ബെല്ലടിച്ച് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതും സംസ്കാരായ കുറച്ച് കോളേജ് കുട്ടികൾ ക്ലാസ്സിൽ കയറി വന്നു. എല്ലാവരോടും ക്ലാസ്സിന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഹെഡ്മാസ്റ്ററുടെ അനുവാദം ഇല്ലാതെ പുറത്തു പോകാൻ പറ്റില്ലെന്ന അധ്യാപികയുടെ മറുപടികളിൽ കുട്ടികളെല്ലാം അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. അഭിമന്യു നിങ്ങളോട് സംസാരിക്കും, സമരത്തിന് വന്ന ഒരാൾ ഉറക്കെ പറഞ്ഞു. കൂട്ടത്തിലെ നേതാവെന്ന് തോന്നിക്കുന്ന അഭിമന്യു സമരത്തിൻ്റെ കാരണത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു. അവൻ്റെ സംസാരത്തിനിടയിൽ കുട്ടികളിൽ ബഹളം വെക്കുന്ന നിർത്താനായി തൻ്റെ കൈകൊണ്ട് ഡെസ്കിൽ ആഞ്ഞു തട്ടി. അതിൻ്റെ ശക്തിയിൽ പഴകിയ ഡെസ്കിൽ ആണി തെറിച്ചു തിന്നു കൊണ്ടത് മുൻവശത്തെ ബെഞ്ചിൽ അരികിലായിരിക്കുന്ന കൃഷ്ണയുടെ നെറ്റിയിലും പകപ്പോടെ നോക്കി അഭിമന്യു കാണുന്നത് ചോര പൊഴിയുന്ന നെറ്റിൽ കൈകൾ വെച്ച് തന്നെ നോക്കുന്ന കൃഷ്ണവേണിയെയാണ്. ഉടനെ തന്നെ ടീച്ചറും മറ്റു കുട്ടികളും അവളെ പൊതിഞ്ഞു. സ്റ്റാഫ് റൂമിലേക്ക് കൃഷ്ണയോടൊപ്പം അവനും ചെന്നു. ഫസ്റ്റ് എയ്ഡ് നൽകി അവളെ തിരികെ ക്ലാസ്സിൽ എത്തിക്കുന്നത് വരെ അവൻ നിരന്തരം ക്ഷമാപണം നടത്തിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് തിരികെ പോരുമ്പോഴും അവൻ്റെ മനസ്സിൽ തന്നെ നിറഞ്ഞ കണ്ണുകളാൽ നോക്കിയ കൃഷ്ണവേണിയുടെ മുഖമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അവളെ ഒന്ന് കാണാനും ക്ഷമ പറയാനുമായി അഭിമന്യു സ്കൂൾ പരിസരത്ത് കറങ്ങി നടന്നു. സാരമില്ല ചേട്ടൻ അറിയാതെ അല്ലേ എന്ന അവളുടെ മറുപടിയിൽ അവന് ആശ്വാസം ലഭിച്ചു.